രാഹുൽ ഗാന്ധിയുടെ വരവിന് മുൻപ് ക്യാമ്പസിനെ പോർക്കളമാക്കാൻ നോക്കിയവർക്ക് മുന്നിലൂടെ അവരുടെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി ഇന്നലെ പൂനെ കോളേജിൽ നടത്തിയ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് തന്നെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവിനോടനുബന്ധിച്ച് തലേന്ന് രാത്രി പൂനെ എഞ്ചിനീയറിംഗ് കോളേജിൽ ABVP-കാർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. തലയുയർത്തി ചോദ്യം ചോദിക്കുന്നവനോടുള്ള ഭയമാണ് കുട്ടി സംഘികൾ ക്യാമ്പസിൽ നടത്തിയത്. തൊട്ടാൽ വാക്കുകൾ കൊണ്ട് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പൂനെയിലെ ചത്രോം കി ഗൂഞ്ച് പരിപാടിയിൽ രാഹുൽ ഗാന്ധി മാസ് പ്രകടനം നടത്തിയത്. പിങ്ക് നിറത്തിൽ ഗേൾ പവർ എന്നെഴുതിയ ബാഡ്ജും ധരിച്ചായിരുന്നു രാഹുൽ ഗാന്ധി പൂനെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് വമ്പൻ സ്വീകരണമൊരുക്കി. എന്നാൽ അപ്പുറത്ത് രാഹുൽ എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ പൂനെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ അരങ്ങേറിയത് വൻ നാടക രംഗങ്ങളായിരുന്നു. രാഹുലിന്റെ പരിപാടി തകർക്കാൻ ABVP പ്രവർത്തകർ ക്യാമ്പസിൽ ആക്രമണം അഴിച്ചുവിട്ടു. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുവാനും പൂട്ടിയിടുവാനും ശ്രമിച്ചതോടെ NSUI പ്രവർത്തകർ പ്രതിരോധവുമായി എത്തി. ക്യാമ്പസ് നിമിഷങ്ങൾക്കകം പോർക്കളമായി മാറി. ഒടുവിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പോലീസിന് ലാത്തി ചാർജ് വരെ നടത്തേണ്ടി വന്നു. പരിപാടിക്ക് അനുമതി നിഷേധിക്കാൻ പൂനെ പോലീസ് പരമാവധി നോക്കിയെങ്കിലും കോൺഗ്രസിന്റെ ഉറച്ച നിലപാടിന് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. 30 കർശന നിബന്ധനകളോടെ അനുമതി ലഭിച്ചു. 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് രാഹുലിനെ കേൾക്കാൻ അവിടെ തടിച്ചുകൂടിയത്. ഇതിനിടയിലാണ് അടുത്ത തന്ത്രവുമായിട്ട് BJP രംഗത്തെത്തിയതും. ഇൻഫ്ലുവൻസർമാർക്ക് 35,000 രൂപ വരെ കൊടുത്ത് ആളുകളെ ഇറക്കുകയാണ് എന്നാരോപിച്ച് അവർ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ശബ്ദരേഖ പുറത്തുവിട്ടു. എന്നാൽ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ കൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയെ തടയാനാകില്ല എന്ന് വേദി തന്നെ തെളിയിച്ചു. വേദിയിലെത്തിയ രാഹുൽ ഗാന്ധി BJP അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെക്കുറിച്ചും പുരുഷ മേധാവിത്വത്തിനെതിരെയുമാണ് അദ്ദേഹം ശക്തമായി സംസാരിച്ചത്. പെൺകുട്ടികൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തണം. ഒരു പെൺകുട്ടി മോശം വാക്ക് ഉപയോഗിച്ചാൽ അതിനെ സംസ്കാരശൂന്യത എന്ന മുദ്രകുത്തുന്ന സമൂഹം പുരുഷ മേധാവിത്വത്തിന്റെ പ്രതിഫലനമാണ്. പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഭയത്തിന്റെ അന്തരീക്ഷം മാറണം. ഈ പുരുഷ മേധാവിത്വം തകർക്കപ്പെടണം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. ഇത് ഹർഷാരവത്തോടെയാണ് ക്യാമ്പസ് ഏറ്റെടുത്തത്. ചോദ്യപേപ്പർ ചോർച്ചയിലും തൊഴിലില്ലായ്മയിലും കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ രാഹുൽ വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ചില രംഗങ്ങൾ ചേർക്കുന്നുണ്ട്, കാണാം. Whenever I speak to a man, women are put in 3 boxes. You are either seen as a daughter, as a wife, or as a mother. Now, there is nothing wrong with being seen as a wife, daughter, or mother. Nothing wrong with it. But this cannot be your only identity. It cannot be that we have brilliant women who are doing completely fascinating and different things, who are professionals, who are sportswomen, who do multiple different things, and then the only identity that they are given by our men is these 3. And notice that every single one of those identities has a relationship with a man. So you are either a mother or a wife or a daughter. And I'd like to quote over here the Manusmriti, which says clearly, in childhood, a female must be subject to her father. Meaning, the Manusmriti says, in childhood, a female belongs to her father. In youth, she belongs to her husband. When her lord is dead, she belongs to her sons. A woman must never be independent. This is a direct quote from the Manusmriti. And these words are a shame, because these words should never ever have been spoken. The biggest strength of this country is the fact that our women should be independent, should stand for themselves,
should believe in themselves. You belong to nobody. You do not belong to anybody except yourself. You have a relationship with your father. You have a relationship with your brother. You have a relationship with your husband. You have a relationship with your son. But you do not belong to them.